നമ്മളുടെ എബിലിറ്റീസിനെ ഒന്നും ബാധിക്കാത്ത നിലയിൽ കർത്താവ് ഇത് നമുക്ക് തന്നിരിക്കുന്നു. കാര്യം ഏതൊരു ദരിദ്രനും ഏത് രീതിയിലും ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പണം മാത്രമല്ല, എനിക്കതിൻ്റെ ബുദ്ധിയിലാണെങ്കിലും പണത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമൂഹിക സ്ഥിതിയിലാണെങ്കിലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ദ ഗോസ്പൽ ഈസ് പ്രീച്ച്ഡ് ടു ദ പുവർ. ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. ഐ എം നോട്ട് ഡിസ്ക്രൈബിങ് ഓൾ ദോസ് തിങ്സ്. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരായ ആളുകൾ, ബദ്ധന്മാരായ ആളുകൾ. യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മൾ വീണ്ടും അത് വായിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ അങ്ങ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു പോവുകയാണ്. നമുക്ക് ആരോടൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. രണ്ടാമത് ഈ എളിയവൻ എന്ന് പറയുന്ന എബിയോൺ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, എളിയവൻ എന്ന് പറയുന്നത് ഒരു ഗതിയും ഇല്ലാത്തതാണ്. അത് ദരിദ്രൻ എന്നുള്ള വാക്ക് പോലും അതിനകത്ത് കറക്റ്റ് അല്ല. ഹീബ്രുവിലാകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ലേവ്സിൻ്റെ ഒരു എബിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നുമില്ലാത്തവൻ. ഓക്കെ, അടുത്തത് ഹൃദയം തകർന്നവരെ ഒറിയിടുവൻ. അപ്പോൾ ആരോടാണ് അടുത്ത ആള്? ഹൃദയം ബ്രോക്കൺ ഹാർട്ടഡ്. പക്ഷെ ഇതത്ര ഈസി ഒന്നുമല്ല കേട്ടോ. എളിയവരാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ധനികരാകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷെ എളിയവരാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കഠിന ഹൃദയരാകാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷേ ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അത് നമുക്കൊക്കെ അറിയാം. എന്ത് ചെയ്താൽ നമ്മുടെ ഹൃദയമൊന്നും അങ്ങനെയൊന്നും തകർന്നു പോകത്തൊന്നുമില്ല, ഇല്ലേ? സോ വി ആർ ഓൾ സ്ട്രോങ് പീപ്പിൾ, അല്ലേ? പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ശക്തന്മാർ, ഞങ്ങളെല്ലാം ഇല്ലേ എന്ന് പൗലോസിനെ കൊണ്ടുപോലും പറയിക്കത്തക്ക രീതിയിലുള്ള ശക്തി കൊരിന്ത്യ സഭയിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോക്കൺ ഹാർട്ടഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ദി എക്സ്പീരിയൻസ് ഓഫ് ബ്രോക്കൺനെസ്, ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ആൻഡ് ഓൾ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആർ ഫോർ പീപ്പിൾ ഹു ആർ ബ്രോക്കൺ ഹാർട്ടഡ്. അത് വലിയൊരു സത്യമാണ്, ഇല്ലേ? ഇറങ്ങി ചെല്ലുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അടുത്തെന്താണ്? തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടതിനും ദുഃഖിതരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ബ്യൂട്ടി ഫോർ ആഷസ്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവനെന്നെ അയച്ചിരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗമെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ ലൂക്കോസ് എടുത്തെഴുതുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനകത്ത് ഒരു കാര്യം വിട്ടുപോയത് വളരെ കൃത്യമായിട്ട് ലൂക്കോസ് ഓർപ്പിക്കുന്നുണ്ട്. ആ ഭാഗമാണ് യേശു കർത്താവിൻ്റെ ഈ മരുഭൂമിയിലെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മരുഭൂമിയിലെ അവൻ്റെ ദൈവമായിട്ടുള്ള സഹവാസത്തിൽ അവൻ സ്ട്രഗിൾ ചെയ്തൊരു വലിയൊരു വിഷയം. എന്നു ചോദിച്ചാൽ, ഈ മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിക്കുന്നത്. ആ ഭാഗം കൂടെ അതോട് ചേർത്ത്, ഇത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ, 10-12 വിൻഡോസൊക്കെ നമ്മൾ ഒരുപോലെ തുറന്നു വെക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൻ്റെ പല വിൻഡോസ് തുറന്നു വെച്ചെങ്കിലേ നമുക്ക് ഈ കാര്യം ഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഒരെണ്ണം അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറയുന്നു അവിടെ നിന്നായിരിക്കും. നമ്മൾ ശരിക്കും വേദോസം പഠിക്കണം എന്ത് വേണം? വി ഹാവ് ടു ഓപ്പൺ മെനി ഓഫ് ദ വിൻഡോസ്, ഇല്ലേ? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. ഒരു വിൻഡോ പിന്നൊരെണ്ണം തുറക്കണമെങ്കിൽ പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. സോ ഓൾ ദ ടൈം ട്രൈ ടു കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. വിൻഡോസ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഐസയാ 61 നമ്മൾ പറഞ്ഞു. ലൂക്കിലെ അവൻ്റെ സ്നാനത്തിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3:15 മുതൽ നോക്കുക. യോഹന്നാൻ പറയാണ്, ഐ എം നോബഡി ഇൻ കമ്പയറിംഗ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ മീ. എൻ്റെ പിന്നാലെ വരുന്നവനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് കഴിയത്തില്ല. ഞാൻ നിങ്ങളെ എന്താ ചെയ്യുന്നുള്ളൂ? ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്, മാവിലും അഗ്നിയിലും. രണ്ട് സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം എന്നുള്ളതൊരു ചോദ്യമാണ്. മാനസാന്തര സ്നാനം പോരായോ? അല്ലേ? അവൻ തന്നെ പറയുന്നു, നിങ്ങൾ മാനസാന്തരത്തിനായിട്ട് വരുന്നുണ്ട്, പക്ഷേ മാനസാന്തര സ്നാനം എന്തുകൊണ്ട് പോരാ? എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം? ഇത് വായിക്കാനായിട്ട് നമ്മൾ വീണ്ടും വി വിൽ കം ബാക്ക് ടു മാത്യു ചാപ്റ്റർ 5 വേഴ്സ്. ഇവിടെ ഈ കാര്യം തന്നെ പറയുന്ന ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പഠിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് യെരൂശലേമ്യരും, നോക്കുക, വലിയൊരു ജനക്കൂട്ടം വരിക എല്ലായിടത്തു നിന്നും. യെരൂശലേമ്യരും യഹൂദ്യരും, അല്ലേ? യെരൂശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. വലിയൊരു ജനക്കൂട്ടത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് വായിക്കാൻ വീണ്ടും നമ്മൾ ലൂക്കിലേക്ക് പോയാൽ ഈ ജനക്കൂട്ടത്തെ ഒന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം. അപ്പോൾ ആദ്യം വന്നത് പുരുഷാര്. ഓക്കെ, പിന്നെ വായിച്ചോ. അപ്പോൾ അടുത്ത ആൾക്കാരാരാണ്? ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ അടുത്ത് വന്നു. അടുത്തത് പടജനം. അപ്പോൾ വന്നവരോടൊക്കെ അവനൊരു ഉപദേശമുണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാവരും വന്ന് സ്നാനപ്പെടാൻ മാത്രമൊന്നുമല്ല പറയുന്നത്. വന്നവരോടെല്ലാം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്.
നമ്മളെന്താ ആവശ്യപ്പെടുന്നത് അറിയാം? സ്നാനപ്പെടണമെന്നല്ലാതെ വേറെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചിട്ട് പോലും അവൻ എന്ത് ചെയ്യുന്നു? അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠിപ്പീര് അവനുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. നമുക്കതില്ല. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ പറയുന്നത് എന്താണ് അറിയാം? മാക്സിമം നമ്മൾ ആവശ്യപ്പെടുന്നത് ബ്രദറെ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാലോ? സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ വരണം, ഇല്ലേ? സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ വരണം, തിരുവത്താഴത്തിൽ പങ്കെടുക്കണം, പറ്റുമെങ്കിൽ അന്യഭാഷ പറയണം. അത് മതി, പറ്റുമെങ്കിൽ മതി. അതിപ്പോൾ വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പണ്ടൊക്കെ അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ അതൊന്നും ഇഷ്യൂ ഒന്നുമല്ല. കാര്യം അത് നമ്മളല്ലല്ലോ കാര്യം എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ. അതാരാ? കർത്താവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സുണ്ടെങ്കിൽ നമുക്ക് തരട്ടെ, ഓക്കെ അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രത്യേകത, വരുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കൃത്യമായ ഉപദേശമുണ്ട്. ജനങ്ങൾ വന്ന് പുരുഷാരം, ആദ്യം വരുന്ന പുരുഷാരമാണ്. പുരുഷാരം വന്ന് അവന്റെ അടുത്ത് ഒന്നാമത്തെ കാര്യം അവനോട് ചോദിക്കുകയും ചെയ്യുന്നു, ഞങ്ങള് എന്ത് ചെയ്യണം? പുരുഷാരം അവിടെ പുരുഷാരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, 2 വസ്ത്രങ്ങൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്ന് അതിക്കുള്ള നാട്ടിലൊന്നും ഇല്ല. എന്നാലും കൊടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പഴയ നിയമത്തിൽ എന്തോ ഉണ്ടായിരുന്നു? ദശാംശം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് ബ്രദറെ അതൊക്കെ പഴയ നിയമത്തിലെ ഉപദേശമുണ്ട്. അതെ, പഴയ നിയമത്തിലെ ഉപദേശം. നമുക്ക് പുതിയ ദശാംശം കൊടുക്കണമെന്നുണ്ടോ? എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള കൂളി ചോദിക്കും. കാര്യം നാട്ടിൽ വെച്ച് നമുക്ക് വല്ല 10,000-15,000 ഉണ്ടായിരുന്നപ്പം 10,000-15,000 ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ 1,000 രൂപ കൊടുക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ 1,00,000 രൂപ വരെയൊക്കെ നമുക്ക് സാലറി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നേരെ 10,000 രൂപ അടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളി കാര്യമാണ്, ഇല്ലേ? 1,00,000 കിട്ടുന്നുള്ള നമുക്ക് വിഷയമല്ല. എന്നാൽ 10,000 ദൈവവേലയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചങ്ങനകത്തൊരു വേദന, അല്ലേ? ആശുപത്രി കൊണ്ട് കൊടുക്കാൻ ആർക്കും മടിയില്ല, സാരിക്കടയിൽ കൊടുക്കാനൊരു മടിയില്ല, ചുരിദാർ കടയിൽ കൊടുക്കാനൊരു മടിയില്ല, തിന്നാനും മടിയില്ല. എന്തിനു മാത്രമേ ഉള്ളൂ മടിയുള്ളൂ? ദൈവത്തിന് കൊടുക്കുക, ദശാംശം കൊടുക്കുക. ദശാംശം കൊടുക്കുക എന്നുള്ള പഴയ നിയമത്തിലെ ഉപദേശമാണ്. പുതിയ നിയമത്തിലെ ഉപദേശം എന്തോ? നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരായത് പോകും. 10% കൊടുക്കുന്നവനായിരുന്നു ദൈവരായത് പോകുന്നില്ല, അതിൽ കൂടുതൽ കൊടുക്കുന്നവനെ എന്നാണ് വേദോസം ഞാൻ പറഞ്ഞത്. 10% കൊണ്ട് നിർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതി എത്രയും പോലും ആയിട്ടില്ല. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പോലും ആയിട്ടില്ല. ഇനി ആ പരീശന്മാരുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മാനസാന്തരപ്പെട്ടവരാണ്. ഏതാ? ആരുടെയാ? യോഹന്നാന്റെ കീഴിലുള്ള ആളുകൾ. അവരൊന്നുള്ള മാനസാന്തരപ്പെട്ടവരാണ്. അവരെത്ര പേർക്കിനെ കൊടുക്കുന്നറിയാമോ? 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ മാനസാന്തര സ്നാനം കഴിഞ്ഞവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? 50-50 കൊടുക്കും. മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകുതിയെങ്കിലും കൊടുത്താലേ പറ്റൂ. എന്നാൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചാൽ പിന്നെയും കുഴപ്പമാണ്. എന്നറിയാമോ? ആത്മസ്നാനം പ്രാപിച്ചവർ നമ്മൾ കാണുന്നറിയാം, അവർ ഉള്ളത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരും. ഇതൊക്കെ ഇതിലൊക്കെ കേൾക്കാനായിരുന്നെങ്കിൽ ഇത് വരുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കൊടുപ്പൊക്കെ ഒന്നും അല്ല. കാര്യം നമ്മൾ ആത്മാവിനെ ശരിയായിട്ട് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. ആത്മാവിനെ ശരിയായിട്ട് പ്രാപിക്കും. ഞാനതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ആക്ട് ചാപ്റ്റർ 2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് എടുക്കാം. ഇവിടെ ജനത്തോട് അവൻ പറയുകയാണ്, നിങ്ങൾ 2 ഉള്ളവൻ എന്ത് ചെയ്യട്ടെ? 1 ഇല്ലാത്തവനെ കൊടുക്കട്ടെ. അത് തന്നെ ആത്മസ്നാനം പ്രാപിച്ചവന്റെ അവസ്ഥയല്ല, അതിനേക്കാൾ കുറഞ്ഞ ആത്മീയത ഉള്ളവന്റെ അവസ്ഥയാണ്. 2 ഉള്ളവൻ 1 ഇല്ലാത്തവൻ കൊടുക്കട്ടെ. ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ. കാര്യം അന്ന് വല്ലതും കഴിക്കാനും കുടിക്കാനും ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. കഴിക്കാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളവൻ അവിടുത്തെ വലിയ ആളുകളാണ്. വളരെ പട്ടിണിയുള്ള സ്ഥലം. ഇനി അടുത്തതായിട്ട് വന്ന ആരാണ്? ചുങ്കക്കാർ വന്നു. ചുങ്കക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്തോ ചോദിച്ചു? അവർ ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? ചുങ്കക്കാർ പറഞ്ഞു, എന്താണ്? നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിടിക്കരുത്. അപ്പൊ ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു. 1, നോർമൽ പീപ്പിൾ, ലെറ്റ് ദം ഷെയർ. അവരോടുള്ള ദൈവത്തിന്റെ ദൂന്ന് പറയുന്നതാണ് ഷെയർ ചെയ്യാന്നുള്ളത്. 2, പ്രൊഫഷണൽ, ജോലി ചെയ്യുന്ന ആളുകൾ. ചുങ്കക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ എന്താണ്, ദേ ആർ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് ദി ഇൻകം ദേ ഗെറ്റ് ന്യായമായിട്ട് പിടിക്കുന്നതല്ല, ഇല്ലേ? ന്യായമായിട്ട് പിടിക്കുന്നതല്ല. അവൻ എന്ത് ചെയ്യും? അവൻ കൂടുതൽ പിടിക്കും, കള്ളത്തരം പറയും, അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് ചെയ്യും. ഇതവന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ യോഹന്നാൻ പറയാണ്, ഇഫ് യു ആർ എ പ്രൊഫഷണൽ ദെൻ സർട്ടൻലി യു ഹാവ് ടു കീപ് പ്രൊഫഷണൽ എത്തിക്സ്. നിന്റെ ജോലിയിൽ നീ എന്ത് ചെയ്യണം? ന്യായമായത്, നീതിയായത് നീ സൂക്ഷിച്ചേ പറ്റൂ. ഈ ഒരു ടീച്ചിങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് മേക്ക് മണി സംഹൗ ആൻഡ് ഗിവ് സംതിങ് മോർ ടു ഗോഡ്. ദൈവം അതങ്ങ് ക്ഷമിക്കും. നമ്മുടെ ചിന്ത ദൈവം അങ്ങനെ ക്ഷമിക്കത്തില്ല. നമ്മളിൽ ന്യായമല്ലാത്ത നിലയിൽ പണം സമ്പാദിക്കാൻ ഒരു പ്രൊഫഷണലിനെ കുറിച്ചും, ഒരു ക്രിസ്ത്യൻ പ്രൊഫഷണലിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കും. ഏത് രീതിയിൽ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടും മതിയെന്ന് വെക്ക്. അത് കുറവായിരിക്കും, കൂടുതലായിരിക്കും, ഡസൻ മാറ്റർ. ചിലപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡസൻ മാറ്റർ. ഞാൻ അങ്ങനെ ഇതുകൊണ്ട് ജീവിക്കുമെന്ന് ചോദിക്കണ്ട. നിന്നെ ജീവിക്കാൻ കർത്താവ് സഹായിക്കും.
കർത്താവ് സഹായിക്കും. അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കണം. അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കണം. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയാണ് എന്ത്, നീ സ്നാനമേൽക്കുകയാണെങ്കിൽ പിന്നെ നാളെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് വളരെ കൃത്യമായ ഒരു ഉപദേശമാണ്. സ്നാനമേൽക്കുകയാണെങ്കിൽ നാളെ നിനക്ക് അണ്ടർ ഹാൻഡിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല, കഴിയത്തില്ല. ഇറ്റ് ഈസ് എ ടീച്ചിങ്. അതൊരു ടീച്ചിങ്. സ്നാനമേൽക്കാൻ എല്ലാവരും പറയും, പക്ഷെ ഇത് പറയത്തില്ലല്ലോ. എല്ലാവരും പറയും ബ്രദറെ സ്നാനമേൽക്ക്, നീ എങ്ങനെങ്കിലും ജീവിച്ച സ്നാനമേൽക്ക്. പക്ഷെ യോഹന്നാൻ വന്നപ്പോൾ പറഞ്ഞു, ജനം വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നീ സ്നാനമേൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ സഹോദരൻ നിനക്ക് ഷെയർ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ there is no need to take baptism. ഇനി അതിന് നിന്റെ പ്രൊഫഷനിൽ നിനക്ക് എത്തിക്സ് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ there is no need to take baptism. അതുകൊണ്ട് കാര്യമില്ല. You have to keep an ethics. അത് ജനത്തിന്റെ നിയമമുണ്ട്, സമൂഹത്തിന്റെ നിയമമുണ്ട്, സൊസൈറ്റിയുടെ നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രൊഫഷനിൽ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറായേ പറ്റൂ. അടുത്തതായിട്ട് വന്ന ആരാണ്? പടജനം അവന്റെ അടുത്ത് വന്നു. അന്നത്തെ ഒരു പ്രത്യേകത, റോമൻ സോൾജിയേഴ്സിന് ശമ്പളം വളരെ കുറവാണ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ്. കാര്യം പിന്നുള്ളത് പിടിച്ചു പറിച്ചോളാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ് റോമൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് റോമൻ ഗവൺമെന്റ് ഗിവ്സ് എ വെരി മിനിമം സാലറി. പക്ഷേ അവർക്ക് എന്താ വേണമെങ്കിലും ചെയ്യാം, ഇല്ലേ? എന്താ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് റോമൻ സോൾജിയേഴ്സിനുള്ള ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ അവൻ സാധനം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പോട്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴി നിൽക്കുന്ന ഏതൊരുത്തിനെ അവന് വിളിച്ചിട്ട് പറയാം, 1 മൈല് ഇത് എടുത്തുകൊണ്ട് വരാൻ പറയാം, ചുമ്മിക്കൊണ്ടുവരാൻ പറയാം. അല്ല, എനിക്ക് വീട്ടിൽ വരെ പോകണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഹി ഹാസ് അതോറിറ്റി ടു ആസ്ക് എനിവൺ ഹു സ്റ്റാൻഡ്സ് ഓൺ ദ റോഡ് ആൻഡ് ആസ്ക് ഹിം ടു ടേക്ക് യുവർ ലഗേജ് ആൻഡ് വാക്ക് വിത്ത് ഹിം ഫോർ 1 മൈൽ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നോട് 1 മൈല് നടക്കാൻ ആവശ്യപ്പെട്ടാൽ നീ 2 മൈൽ നടക്കുന്നത്, 2nd മൈൽ നടക്കണമെന്ന് പറയും. കർത്താവ് പറഞ്ഞത്, ഒരു സോൾജർ വന്നിട്ട് എന്നോട് പറയാണ് 1 മൈൽ നടക്കാൻ. 1 മൈൽ നടന്നു കഴിഞ്ഞാൽ അവന് പറയാം, ഇതിൽ കൂടുതൽ ഗവൺമെന്റ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇവൻ അവിടെ നോക്കിയിരിക്കണം, വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കണം. നിന്നോട് കർത്താവ് പറയാണ്, അവനോട് പറ, ഇത് 1 മൈൽ ആയെന്നുള്ളത് ശരിയാണെങ്കിലും ഐ എം ലിറ്റിൽ ഫ്രീ. ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഈവൻ ടേക്ക് ഇറ്റ് ആൻഡ് ഐ ക്യാൻ വാക്ക് വിത്ത് യു ഫോർ അനദർ മൈൽ എന്ന് പറയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നീതിക്കും ന്യായത്തിനും അപ്പുറത്ത് പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. അല്ലാതെ നീതിയും ന്യായവും പ്രവർത്തിക്കുന്ന ആത്മീയതയല്ല, അത് ലൗകികതയാണ്.